വർഗസമരത്തിൻ്റെ ഇന്ത്യൻ വർത്തമാനം എന്നാണ് വിഷയം. ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരമില്ലാതാക്കാൻ വർഗവിഭജിതമായ സാമൂഹ്യ വ്യവസ്ഥ നിലനിൽക്കുന്ന കാലത്തോളം വർഗസമരത്തിന് പ്രസക്തിയുണ്ട് എന്ന് ശക്തമായി പ്രചരിപ്പിക്കുകയും അതുമായി ബന്ധപ്പെട്ട ആശയത്തെ മുന്നോട്ട് നയിക്കുകയും ചെയ്യുക എന്നുള്ളത് തന്നെ നമ്മുടെ എല്ലാം ഉത്തരവാദിത്തമാണ് എന്ന് മാത്രം ആമുഖമായി സൂചിപ്പിച്ചുകൊണ്ട് നിങ്ങളോട് ഈ വിഷയത്തിൽ സംസാരിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ഇളവരം കരീം സഖാവിനോട് അഭ്യർത്ഥിക്കുക. എല്ലാവർക്കും നമസ്കാരം. പുതിയ കഴിവുകളും സോവിയറ്റ് യൂണിയൻ്റെ അഭാവവും വെച്ച് മുതലാളിത്തം വീണ്ടും ലോകത്തിന് മേൽ ആധിപത്യം നേടിയ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. മെയ്നാൾഡ് കെയ്ൻസിൻ്റെ ഡിമാൻഡ് മാനേജ്മെൻറ്റ് സിദ്ധാന്തമൊക്കെ അട്ടത്തു വെച്ച് ഇപ്പോൾ തൊഴിലാളികളെ നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള അടിമ വ്യവസ്ഥയ്ക്ക് സമാനമായ അവസ്ഥയിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന കാലത്താണ് തൊഴിലാളി മുതലാളി വർഗ സമരത്തെക്കുറിച്ച് നാം ചർച്ച ചെയ്യുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ പ്രകടമായ ഉദാഹരണങ്ങളുടെ എല്ലാമുള്ള രാജ്യമാണ് ഇന്ത്യ. സ്വാതന്ത്ര്യം പ്രാപിക്കുമ്പോൾ കൊളോണിയലിസത്തിൽ നിന്ന് മോചനം നേടുമ്പോൾ നമ്മുടെ രാജ്യം ഒരു പിന്നോക്ക രാജ്യമായിരുന്നു. അത് ആരെയും കുറ്റപ്പെടുത്തണ്ട, കൊളോണിയലിസത്തിൻ്റെ കുഴപ്പമുണ്ടാണ്. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തവർക്കെല്ലാം വലിയ പ്രതീക്ഷകളുണ്ടായിരുന്നു. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിലെ കൃഷിക്കാരുടെയും തൊഴിലാളികളുടെയും തൊഴിൽ രഹിതരുടെയൊക്കെ ആവശ്യങ്ങൾ പരിഗണിക്കപ്പെടും, ഒരു മനോഹരമായ രാജ്യം, സ്വയം പര്യാപ്തമായ രാജ്യം ഉണ്ടാവും എന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ഈ ഭരണത്തിന് നേതൃത്വം നൽകിയ നയം മുതലാളിത്ത നയമായതുകൊണ്ട് വളർന്നു വന്നുകൊണ്ടിരുന്ന പുതിയ കുത്തക മുതലാളി വർഗവും ഇന്നത്തേതുപോലെ വൻകിട കുത്തകളായി അദാനി അംബാനിമാരൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ബൂർഷ്വാ വർഗത്തിന് വളർച്ചയുണ്ടായിരുന്നു. സ്വാതന്ത്ര്യ സമരകാലത്ത് തന്നെ ടാറ്റ ബിർളമാരുണ്ടായിരുന്നു. അവരെല്ലാം കൂടി ചേർന്നാണ് ഇന്ത്യയുടെ വികസന നയം തന്നെ ഒരു കരട് തയ്യാറാക്കിയത്, ബോംബെ പ്ലാൻ എന്ന പേരിൽ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മൊത്തത്തിൽ അംഗീകരിച്ചത് ആ നയമായിരുന്നു. എന്നാൽ അത് മാത്രമായിരുന്നില്ല. ദേശീയ സ്വാതന്ത്ര്യ സമരത്തിലെ ജനങ്ങളുടെ വികാരത്തെ മാനിച്ചുകൊണ്ട് എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുക, പട്ടിണി അവസാനിപ്പിക്കുക തുടങ്ങിയ തത്വങ്ങളും അന്നത്തെ ഗവൺമെൻറ്റിന് അംഗീകരിക്കേണ്ടി വന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് പഞ്ചവത്സര പദ്ധതികൾ എന്ന് പറയുമ്പോൾ ജനങ്ങളുടെയും രാജ്യത്തിൻ്റെയും വിഭവങ്ങൾ കൂട്ടിച്ചേർത്ത് ഒരു വികസന കാഴ്ചപ്പാടുണ്ടാക്കുക. സോവിയറ്റ് യൂണിയൻ അന്ന് സഹായിക്കാനുണ്ടായിരുന്നു. ഇതെല്ലാം കണ്ട് ചില ആളുകൾ ഇതിനെ സഹായിച്ചു കൊടുത്താൽ പതുക്കെ പതുക്കെ സോഷ്യലിസത്തിലെത്തും എന്നൊക്കെ തെറ്റിദ്ധരിച്ചു പോയിരുന്നു. പക്ഷേ അത് മുതലാളിത്ത വികസനമാണ് ഉണ്ടായത്. പൊതുമേഖല എന്ന് പറയുന്നത് ജനങ്ങളുടെ സമ്പത്ത് ഉപയോഗിച്ച് അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കാൻ ഒരു ഉപാധിയായ വഴിയായിരുന്നു. അന്നത്തെ ടാറ്റയ്ക്കും ബിർളയ്ക്കും വലിയ മൂലധനം മുടക്കി വലിയ ഉൽപ്പാദനശാലകൾ സ്ഥാപിക്കാൻ കഴിവുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അതെല്ലാം പൊതുമേഖലയിൽ സ്ഥാപിച്ചു. ഉരുക്കു മേഖലയിൽ സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ, ബീലായി സ്റ്റീൽ കമ്പനി പോലുള്ള ജൈജാൻറ്റിക് കമ്പനികൾ, ബാബ അറ്റോമിക് എനർജി, ഭക്ഷ്യധാന്യം സംഭരിക്കാൻ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, പവർ ഗ്രിഡ് കോർപ്പറേഷൻ, നാഷണൽ തെർമൽ പവർ കോർപ്പറേഷനെ പോലുള്ള വലിയ വൈദ്യുത പദ്ധതികൾ, വൻകിട ജലസേചന പദ്ധതികൾ, കൃഷി വികസിപ്പിക്കാൻ. ബക്രാനങ്കൽ അണക്കെട്ട് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പണ്ഡിറ്റ് നെഹ്റു പറഞ്ഞു, ഇതാണ് ഇന്ത്യയുടെ ക്ഷേത്രങ്ങളെന്ന്. ഭക്ഷ്യധാന്യോൽപാദനം വർദ്ധിച്ചു. അത് FCI വഴി സംഭരിച്ചു. റേഷൻ കടകൾ വഴി ജനങ്ങൾക്ക് വിതരണം ചെയ്തു. കൊളോണിയലിസത്തിൽ ഇല്ലാത്തൊരു മാറ്റം ഇന്ത്യയിലുണ്ടായി. പക്ഷേ ഇതിലൂടെയൊക്കെ സംഭവിച്ചത് ഒന്നാം പഞ്ചവത്സര പദ്ധതി മുതൽ ഓരോ വർഷവും ശരാശരി 220% എന്ന തോതിൽ ആസ്തി വർദ്ധിപ്പിച്ചുകൊണ്ട് ഇന്ത്യയിലെ കുത്തക മുതലാളിത്തം വളർന്നു. വൻകിട കുത്തകകളായി 4 പദ്ധതികൾ കഴിയുമ്പോഴേക്ക് പദ്ധതി തന്നെ മുന്നോട്ട് പോകാതെയായി. പ്ലാൻ ഹോളിഡേ വന്നു, ഒരുപാട് പ്രതിസന്ധികൾ വന്നു. ഞാൻ അതിലേക്ക് പോകുന്നില്ല. ആ ഇന്ത്യയിൽ ഇന്ന് ഒരു ഭാഗത്ത് കുത്തക മുതലാളിത്തം, ബഹുരാഷ്ട്ര കുത്തകകളുമായി ചേർന്ന് വ്യവസായം നടത്താൻ മാത്രം കഴിവ് നേടിയ വലിയ കുത്തക മുതലാളി വർഗം, ലോകത്ത് 2, 3, 4 സ്ഥാനത്തെത്താവുന്ന വിധത്തിൽ സമ്പത്താർജിച്ച വലിയ കുത്തക മുതലാളിമാർ, അദാനിയോ അംബാനിയോ, ടാറ്റ ബിർളമാർ, അവർക്കിന്ന് കൈവയ്ക്കാൻ കഴിയാത്ത ഒരു മേഖലയിൽ, എല്ലാ മേഖലയും അവർക്ക് കൈയടക്കണം. ഇപ്പോൾ വൈദ്യുതി മേഖല അവർ കൈയടക്കിക്കൊണ്ടിരിക്കുകയാണ്. വൈദ്യുതി മേഖലയിൽ പ്രസരണം, ട്രാൻസ്മിഷൻ എന്ന് പറയും. പവർ ഗ്രിഡ് കോർപ്പറേഷൻ എന്ന് പറയുന്ന പൊതുമേഖലാ സ്ഥാപനമാണ് ഇന്ത്യയിലെ പവർ ട്രാൻസ്മിഷൻ പൂർണ്ണമായി നിയന്ത്രിച്ച്. ഇന്നിപ്പോൾ അതിൻ്റെ 10% അദാനിയുടെ കൈവശമായി കഴിഞ്ഞു. ബാക്കി വന്നുകൊണ്ടിരിക്കുകയാണ്. പവർ ജനറേഷൻ,
കൽക്കരി ഉപയോഗിച്ചുള്ള തെർമൽ പവർ ജനറേഷൻ്റെ 50% ഇന്ന് അദാനിയാണ്. ഇന്ത്യൻ കടൽ തീരത്ത് ഓരോ 500 കിലോമീറ്റർ ദൂരത്തിലായി അദാനിക്ക് തുറമുഖങ്ങളുണ്ട്. വിമാനത്താവളങ്ങൾ 10 എണ്ണത്തിലധികം ഇപ്പോൾ അദാനിയുടെ കൺട്രോളിലാണ്. സിമൻറ്റ് വ്യവസായം ഏതാണ്ട് അദ്ദേഹത്തിൻ്റെ നിയന്ത്രണത്തിലായി കഴിഞ്ഞു. ടെലികോം മേഖലയിൽ അംബാനി, ഭാരതി എയർടെൽ, ഐഡിയ, ബിർളയും വോഡഫോണും കൂടി ചേർന്ന് ഇവർ BSNL പതുക്കെ തകർത്ത് മേധാവിത്വം സ്ഥാപിച്ചു കഴിഞ്ഞു. കാർഷിക മേഖലയിൽ വൻകിട ധനിക കർഷകരും നാടുവാഴികളും ചേർന്ന സഖ്യം ഇന്നും ഭൂമിയുടെ ഭൂരിപക്ഷവും കൈവശം വയ്ക്കുന്നു. ഈ ശക്തികളോടാണ്, ഈ ഭൂപ്രഭു വർഗ നേതൃത്വത്തിലുള്ള ഭരണകൂടത്തോടാണ് ഇന്ത്യയിലെ ജനങ്ങളുടെ സമരം. ഇവിടെ വർഗ സമരത്തിൽ ശത്രുപക്ഷത്ത് നിൽക്കുന്നത് ഒന്ന് സാമ്രാജ്യത്വം, ലോകം മുഴുവൻ ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന സാമ്രാജ്യത്വം, അതിന് നിദാനമായ ആഗോളവൽക്കരണ ഉദാരവൽക്കരണ നയങ്ങൾ. 2, ആഗോളവൽക്കരണ ഉദാരവൽക്കരണ നയങ്ങളുടെ പശ്ചാത്തലത്തിൽ ആഭ്യന്തര സമ്പത്ത് കൈയടക്കി വിദേശ സാങ്കേതികവിദ്യയും വിദേശ കുത്തകകളുടെ സഹായവും ചേർത്ത് അതിസമ്പന്നരായി വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഇന്ത്യൻ കുത്തക മുതലാളി വർഗം. 3, ഭൂമിയുടെ മേൽ ഇപ്പോഴും ഭൂരിപക്ഷം ഉടമസ്ഥാവകാശം വിട്ടുകൊടുക്കാത്ത നാടുവാഴിത്ത വർഗം. ആധുനിക കൃഷി രീതിയൊക്കെ അവർ സ്വീകരിക്കുന്നുണ്ടെങ്കിലും ഭൂവുടമസ്ഥത സ്വന്തം നിലയിൽ നിലനിർത്തുന്നതിൽ ഒരു വ്യത്യാസവും വന്നില്ല. കേരളത്തിലെ പോലുള്ള ഭൂപരിഷ്കരണ നിയമമൊന്നും ഇന്ത്യ ആകെ വന്നിട്ടില്ല. ഇതിനെതിരായി തൊഴിലാളി, കർഷക ജനതകൾ ഒന്നിച്ച് ചേർന്നുകൊണ്ട് ഈ ഭരണകൂടത്തിനെതിരായി സമരം നടത്തുക എന്നല്ലാതെ മറ്റ് പോംവഴിയില്ല. ഇന്നത്തെ വർഗ സമരത്തിൻ്റെ ഇന്ത്യൻ സാഹചര്യം മുതലാളിത്ത നാടുവാഴി മുതലാളി കൂട്ടുകെട്ടിൻ്റെ നേതൃത്വത്തിൽ സാമ്രാജ്യത്വവുമായി അധികം സന്ധി ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഭരണകൂടത്തിനെതിരെ തൊഴിലാളികളും കർഷകരും ഈ തൊഴിലാളി കർഷക ജനതയുടെ ബന്ധുക്കളായ അവരുടെ കുടുംബാംഗങ്ങളായ യുവജനങ്ങൾ, വിദ്യാർത്ഥികൾ എന്നിവരുൾപ്പെടെയുള്ള വിപുലമായ അധ്വാനിക്കുന്ന വർഗത്തിൻ്റെ കുടുംബങ്ങളാകെ ചേർന്നുകൊണ്ട് നടത്തുന്ന വർഗസമരമാണ് ഇന്ത്യൻ സാഹചര്യത്തിലെ ഏറ്റവും ഉചിതമായ വിമോചന മാർഗം. അത് ശക്തിപ്പെടുത്താൻ നാനാ മേഖലയിലുള്ള പരിശ്രമങ്ങൾ നടക്കുന്നുണ്ട്, തിരിച്ചടികൾ ഉണ്ടാവുന്നുണ്ട്, മുന്നോട്ട് പോകുന്നുണ്ട്. ഒരു കാര്യം കൂടി പറഞ്ഞു അവസാനിപ്പിക്കാം. ഇത്തരം സമരങ്ങൾ കൊണ്ട് എന്താണ് നേട്ടം? സനോജ് പറഞ്ഞു, സമരങ്ങളെ തന്നെ ആക്ഷേപിക്കുന്ന കാലമാണിത്. നോക്കൂ, നമ്മളെ സൃഷ്ടിച്ചത് നമ്മുടെ സമരങ്ങളാണ്, നമ്മുടെ പൂർവികർ നടത്തിയ സമരങ്ങളാണ്. കേരളത്തിലെ കർഷക സമരം, കെ ദാമോദരൻ്റെ പാട്ടബാക്കി എന്നൊരു നാടകം നിങ്ങളെ ആരെങ്കിലും കണ്ടില്ലെങ്കിൽ കാണാൻ ശ്രമിക്കൂ. എന്തായിരുന്നു കേരളം എന്നറിയാൻ പറ്റും. എങ്ങനെയാണ് നമ്മുടെ പൂർവികന്മാർ സമരം നടത്തിയത്. ഇതുപോലെ നിരവധി എണ്ണമറ്റ സമരങ്ങൾ, കയ്യൂരിൻ്റെ രക്തസാക്ഷിത്വം, പുന്നപ്ര വയലാർ സമരം, തൊഴിലാളികളുടെ സമരം, എല്ലാ സമരങ്ങളും ചേർന്ന് കേരളത്തിൽ ശക്തിപ്പെട്ട ജനകീയ പ്രസ്ഥാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ 1957 അധികാരത്തിൽ വന്ന ഒന്നാം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഗവൺമെൻറ്, അതൊരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻ്റ് അല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗവൺമെൻറ്റാണ്. എല്ലാ സമ്പത്തും പൊതു ഉടമസ്ഥതയിൽ കൊണ്ടുവന്ന് അതിൻ്റെ ഫലങ്ങൾ മനുഷ്യർക്ക് ആവശ്യത്തിനനുസരിച്ച് വിധിച്ചു കൊടുക്കുന്ന സോഷ്യലിസ്റ്റ് വ്യവസ്ഥയൊന്നും ആയിരുന്നില്ല അത്. ഇന്ത്യൻ മുതലാളിത്ത ഭരണകൂടത്തിൻ്റെ കീഴിൽ ഭരണഘടന അനുശാസിക്കുന്ന പരിമിതമായ അധികാരങ്ങളോടുകൂടിയ ഒരു സർക്കാർ, എന്നിട്ട് പോലും നാടുവാഴിത്തം അവസാനിപ്പിച്ചു. അധികാരത്തിൽ വന്ന 6ാമത്തെ ദിവസമാണ് കുടിയൊഴിപ്പിക്കൽ നിരോധന ഓർഡിനൻസ് കൊണ്ടുവന്നത്. അതുവരെ ഏത് ജന്മിക്കും ആരെയും കുടിയിറക്കാമായിരുന്നു. സ്വന്തമായ ഭൂമിയുള്ളവർ ജന്മിമാർ. പരശുരാമൻ കടലിലേക്ക് മഴു എറിഞ്ഞപ്പോൾ ആ മഴു ചെന്ന് വീണ ഇടം വരെ കടൽ വീണ്ടെടുത്തു. അങ്ങനെ റീക്ലെയിം ചെയ്യപ്പെട്ട ഭൂമി ബ്രഹ്മഹത്യക്ക് പ്രായശ്ചിത്തമായി ബ്രാഹ്മണർക്ക് ദാനം ചെയ്തു എന്നായിരുന്നു ഐതിഹ്യം. ഭൂമിയുടെ ഉടമസ്ഥന്മാർ ബ്രാഹ്മണർ. അവർ ക്ഷേത്രത്തിന് ദാനം ചെയ്തത് ബ്രഹ്മസ്വം, മറ്റുള്ളവർക്ക് ദാനം ചെയ്തത് ദേവസ്വം. ഈ രീതിയിലുള്ള കുടിയായ്മ സമ്പ്രദായമായിരുന്നു കേരളത്തിൽ. അതിനെതിരായിട്ടുള്ള ആദ്യത്തെ നടപടി 1957 ഏപ്രിൽ മാസം 6-ാം തീയതി ഉണ്ടായി. ഗവൺമെൻറ് വന്ന 6ാമത്തെ ദിവസം ഉണ്ടായി. അന്ന് മുതൽ നമ്മൾ സ്വതന്ത്രരായി. സ്വന്തമായി നിൽക്കാനുള്ള ഒരു ഇടം കേരളത്തിലെ ഒരു കർഷകന്, ഒരു മനുഷ്യൻ ലഭിച്ചപ്പോൾ അപ്പോഴാണ് തൻ്റേതായ ഒരു ഇടം, തൻ്റെ ഇടം ഉണ്ടായി തുടങ്ങിയത്.
ആ ഗവൺമെൻറ്റാണ് തൊഴിൽ സമരങ്ങളിൽ പോലീസ് ഇടപെടാൻ പാടില്ല എന്ന നയം പ്രഖ്യാപിച്ചത്. അതുവരെ തൊഴിലാളികൾ കൂലിക്കൂടുതലിന് വേണ്ടി സമരം ചെയ്താൽ പോലീസ് മുതലാളിയുടെ പക്ഷത്ത് നിന്ന് സമരം അടിച്ചമർത്തുമായിരുന്നു. അത് പാടില്ല എന്ന് പറഞ്ഞു. അന്ന് മുതൽ സമരം ജയിക്കാൻ തുടങ്ങി. തൊഴിലാളികളുടെ കൂലി വർദ്ധിക്കാൻ തുടങ്ങി. കൂലി വർദ്ധിക്കുമ്പോൾ അവരുടെ ജീവിതം വികസിക്കും. എൻ്റെയും നിങ്ങളുടെയും ആയുർ ദൈർഘ്യം വർദ്ധിച്ചത്, നമ്മളൊക്കെ സുന്ദരന്മാരും സുന്ദരികളുമായത്, നമുക്കെല്ലാം അന്തസ്സുണ്ടായത്, ഒരു മനുഷ്യന് ജീവിക്കാൻ ആവശ്യമായ ഭക്ഷ്യവസ്തുക്കൾ നമ്മുടെ കുടുംബത്തിൻ്റെ വരുമാനം കൊണ്ട് വാങ്ങി കഴിക്കാമെന്ന അവസ്ഥ വന്നത് മുതലാണ്. അന്ന് മുതലാണ് നമുക്ക് ആരോഗ്യമുണ്ടാകാൻ തുടങ്ങിയത്. ശരാശരി ആയുർദൈർഘ്യം കേരളീയന് ഇന്ത്യയേക്കാൾ കവച്ചു വെച്ചത്, ഏറ്റവും ഉയർന്ന കൂലി കിട്ടുന്ന നാട് കേരളമായത് റിസർവ് ബാങ്കിൻ്റെ ഏറ്റവും പുതിയ റിപ്പോർട്ടാണ്. സമരങ്ങൾ നശിപ്പിക്കുകയല്ല ചെയ്തത്, മനുഷ്യരെ വികസിപ്പിക്കുക ചെയ്തത്. മനുഷ്യ വിഭവശേഷിയെ വികസിപ്പിച്ചു, അവൻ്റെ ചിന്തകളെ വികസിപ്പിച്ചു, അവൻ്റെ അഭിലാഷങ്ങളെ ഉയർത്തിക്കാണ്ടി അവന് സ്വപ്നം കാണാൻ അവർ പഠിപ്പിച്ചു, ഒരു പുതിയ ലോകത്തെക്കുറിച്ച്. ആ സ്വപ്നത്തെ അടിസ്ഥാനപ്പെടുത്തി അടിച്ചമർത്തപ്പെടുന്നവരുടെ വർഗ സംഘടനകൾ ശക്തിപ്പെടുത്തി വർഗസമരം നടത്താൻ ഏറ്റവും അനുയോജ്യമായ സാഹചര്യമാണ് ഇന്ത്യ രാജ്യത്തുള്ളത്. അതിനെതിരായ ഭിന്നിപ്പിൻ്റെയും വിഘടനത്തിൻ്റെയും ഒക്കെ പ്രത്യയശാസ്ത്രങ്ങൾ ഇന്ത്യയിൽ പ്രബലമാണെങ്കിലും പഞ്ചാബിൽ ഇപ്പോഴും നിരാഹാര സമരം നടത്തുന്ന കർഷക നേതാവ് ഉയർത്തുന്ന തീപ്പൊരികൾ നമ്മൾ കാണാതെ പോരുത്. 1 വർഷം നീണ്ടുന്ന സമരത്തിലൂടെ പാർലമെൻറ്റ് പാസാക്കിയ 3 കർഷക സമരങ്ങൾ മാറ്റിവെപ്പിക്കാൻ ഇന്ത്യ ഗവൺമെൻറ്റിനെ നിർബന്ധിച്ചത് സമരത്തിൻ്റെ തീക്ഷ്ണതയാണ്. പാർലമെൻറ്റ് പാസാക്കിയ 3 തൊഴിൽ നിയമങ്ങൾ അങ്ങേയറ്റം പിന്തിരിപ്പൻ ലേബർ കോഡ് ഇതുവരെ നടപ്പാക്കാൻ നോട്ടിഫിക്കേഷൻ ഇറക്കാൻ ഇന്ത്യ ഗവൺമെൻറ് സാധിക്കാതെ പോയത് തൊഴിലാളി സമരങ്ങളുടെ തീക്ഷ്ണത കൊണ്ടാണ്. ഇതുപോലെ ഒട്ടേറെ അനുഭവങ്ങളുണ്ട്. വർഗ സമരത്തിന് ഏറ്റവും അനുയോജ്യമായ സാഹചര്യം ശക്തിപ്പെട്ടു വരുന്ന ഒരു കാലത്താണ് നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും അഭിപ്രായങ്ങൾ ഉണ്ടായേക്കാം. ഞാൻ ആമുഖമായി ഇത്രയും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അഭിവാദനങ്ങൾ. സഖാവ് ആമുഖമായിട്ട് വളരെ ഗൗരവമായ ചില കാര്യങ്ങൾ അവതരിപ്പിച്ചു കഴിഞ്ഞു. സദസ്സിന് ഈ കാര്യത്തിനകത്ത് ഇടപെടാം, ചോദ്യങ്ങൾ ചോദിക്കാം. കരീം സാറിനുള്ള ചോദ്യം, എനിക്ക് തോന്നുന്നു നേരത്തെ ചണ്ഡീഗഡിലെയും UP-യിലെയും ഒക്കെ വൈദ്യുതി ബോർഡ് സമരവും സാംസങ് സമരവും ഒക്കെ പറഞ്ഞു. അപ്പോൾ ഈ സാധാരണ നിലയ്ക്ക് ട്രേഡ് യൂണിയൻ എന്ന നിലക്ക് ഇടതുപക്ഷത്തിന് വലിയ സ്വാധീനമില്ലാത്ത ഇടങ്ങളിൽ പോലും വലിയ നിലക്കുള്ള മുന്നേറ്റം ട്രേഡ് യൂണിയൻ എന്ന അർത്ഥത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്നുണ്ട്. വലിയ സമരങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. അതിനകത്ത് വലിയ രൂപത്തിലുള്ള ആളുകളുടെ പങ്കാളിത്തം ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഈ ട്രേഡ് യൂണിയൻ റെസിസ്റ്റൻസിനെ ആ അർത്ഥത്തിൽ രാഷ്ട്രീയവൽക്കരിക്കാൻ കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? ആ നിലയ്ക്ക് രാഷ്ട്രീയപരമായ ഒരു സാന്നിധ്യം, ട്രേഡ് യൂണിയൻ ഉള്ളതുപോലെ ശക്തമായ സാന്നിധ്യം ആ പ്രദേശങ്ങളിൽ ഉണ്ടാക്കാൻ കഴിയാതെ പോകുന്ന എന്താണ്? അവർ ഈ പറഞ്ഞതുപോലെ വർഗീയതയുടെ സ്വത്ത് രാഷ്ട്രീയത്തിൻ്റെയൊക്കെ ഉള്ളിൽ പെട്ടുപോകുന്നത് എന്തുകൊണ്ടാണ്? അതിൻ്റെ ഒരു പരിമിതി ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ട്രേഡ് യൂണിയൻ പ്രവർത്തനങ്ങൾക്ക് എങ്ങനെയാണ് കാണുന്നതെന്ന് അറിയാൻ കൗതുകമുണ്ട്. വളരെ പ്രസക്തമായ ചോദ്യമാണ്. തൊഴിലാളി സമരങ്ങൾ ശക്തിപ്പെടുന്നിടത്തും പണിശാലകൾ വിട്ടാൽ ഈ തൊഴിലാളികൾ ഗ്രാമങ്ങളിലെത്തുമ്പോൾ അവർ ജാതിയായി മാറുന്നു, അവരുടെ മതത്തിലേക്ക് അവർ ചുരുങ്ങുന്നു, സങ്കുചിത ജീവിതത്തിലേക്ക് പോകുന്നു എന്നുള്ള പ്രത്യാഘാത സ്ഥിതി വളരെ ശക്തമായി ഇന്നും നിലനിൽക്കുകയാണ്. ജനാധിപത്യ വിപ്ലവ പ്രക്രിയ പൂർത്തീകരിക്കപ്പെടാത്ത ഒരു സമൂഹത്തിൽ ജാതിയുടെയും മതത്തിൻ്റെയും എല്ലാ അന്ധവിശ്വാസങ്ങളുടെയും ഉറച്ച ധാരണകൾ ഇന്നും നിലനിൽക്കുക സമൂഹത്തിൽ. അതിനെ മറികടക്കണമെങ്കിൽ തൊഴിലാളി വർഗ നേതൃത്വത്തിലുള്ള തൊഴിലാളി വർഗ വിപ്ലവം എന്ന് പറയുന്ന പ്രക്രിയയിലേക്ക് കടക്കുന്നതിന് മുമ്പ് സമൂഹത്തിൽ നടക്കേണ്ട ജനാധിപത്യപരമായ ഒരു ജനാധിപത്യപരമായ ഒരു പരിണാമം കേരളത്തിൽ സംഭവിച്ചതുപോലെ അതിൽ തൊഴിലാളികൾ, കർഷകർ, നമ്മുടെ സാഹിത്യകാരന്മാർ, കലാകാരന്മാർ, കലാകാരികൾ, സമൂഹത്തിലുള്ള പുരോഗമന ജനവിഭാഗങ്ങൾ എല്ലാവരും അവരുടെ കഴിവിനനുസരിച്ച് പങ്കെടുത്തുള്ളതാണ്. അവരുടേതായ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇപ്പോൾ MTയെ സംബന്ധിച്ച് പറയുമ്പോൾ MTയുടെ പ്രസിദ്ധമായ ഒരു സിനിമ ഉണ്ടായിരുന്നല്ലോ. എന്തായിരുന്നു അതിൻ്റെ പേര്? ആ പൂജാരി നിർമാല്യം വർഷങ്ങൾക്ക് മുമ്പ് അനാചാരത്തിനെതിരെ ഒരു കാവിൽ കയറിയിട്ട് പ്രതിഷ്ഠയ്ക്ക് നേരെ കാർക്കിച്ചു തുപ്പിയ
ആ സിനിമ ഇന്നത്തെ കാലത്താണെങ്കിൽ എന്തൊക്കെ സംഭവിക്കുക എന്നുള്ളത് ഭയാശങ്കയോട് മാത്രമേ ഓർക്കാൻ പറ്റൂ. ആ നിലയിൽ ചിന്തിച്ച വി.ടി. ഭട്ടതിരിപ്പാട്, കലാകാരന്മാർ, സാഹിത്യകാരന്മാർ എല്ലാവരും, ഇ.കെ. അയമു എന്ന് പറയുന്ന മലബാറിലെ ഒരു നാടൻ മനുഷ്യൻ അന്നൊരു ചെറിയ നാടകം എഴുതി. മുസ്ലിം സമുദായത്തിലെ എല്ലാ പിന്തിരിപ്പൻ ബോധങ്ങൾത്തിനും അന്നത്തെ ബോധത്തിനെതിരായിട്ടായിരുന്നു. ആ നാടകത്തിൻ്റെ പേര് ജ് നല്ലൊരു മനസ്സനാകാൻ നോക്ക്. ഒരു നേർനാടൻ ഭാഷയിലായിരുന്നു നാടകം. കണ്ടിട്ടുണ്ടോ? ആ നാടകം കണ്ടാൽ എങ്ങനെയായിരുന്നു അന്നത്തെ സാമൂഹ്യ ജീവിതം എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഈ പരിശ്രമത്തിലൂടെയാണ് ഈ ജനാധിപത്യ വിപ്ലവം, ജനാധിപത്യപരമായ ഒരു മാറ്റം കേരളത്തിൽ സംഭവിച്ചത്. ദൗർഭാഗ്യത്തിന് ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം പ്രദേശങ്ങളിലും ആ പ്രക്രിയ പൂർത്തീകരിക്കാൻ സാധിച്ചില്ല. അതിൻ്റെ ദൗർബല്യമാണ് ഇന്ന് സമൂഹത്തിൽ നടക്കുന്നത്. വലിയ സമരം കഴിഞ്ഞ് നേരെ തൊഴിലാളികൾ പണിശാലയിൽ നിന്ന് പോകുന്ന അവരുടെ ജാതി കൂടാരങ്ങളിലേക്കാണ്. അതിനെ മറികടക്കാനുള്ള സംഘടിതമായ ശ്രമങ്ങൾ തൊഴിലാളി മേഖലയിൽ നടക്കുന്നുണ്ട്. ഒരൊറ്റ മോഡൽ ഞാൻ പറയാം. പഞ്ചാബിലെ ചണ്ഡീഗഡ് ഒരു കേന്ദ്രഭരണ പ്രദേശം. അവിടുത്തെ ഇലക്ട്രിസിറ്റി വിതരണം നടത്തുന്നത് ഒരു പബ്ലിക് സെക്ടർ യൂട്ടിലിറ്റിയാണ്, ഗവൺമെൻറ് ബോഡിയാണ്, സ്വകാര്യ കമ്പനിയല്ല. അവിടെ പവർ ജനറേഷൻ ഇല്ല. ഹിമാചലിൽ നിന്നും ജമ്മു കാശ്മീരിൽ നിന്നൊക്കെയുള്ള പവർ ജനറേഷൻ യൂണിറ്റിൽ നിന്നാണ് കറണ്ട് വരുന്നത്. ഇവർ ഡിസ്ട്രിബ്യൂഷൻ മാത്രമാണ് സർക്കാർ നേതൃത്വത്തിൽ. ഓരോ വർഷവും 300-400 കോടി രൂപ ലാഭം ഉണ്ടാക്കുന്ന ഒരു സ്ഥാപനമാണത്. ആകെ തൊഴിലാളികളുടെ എണ്ണം 600 ചില്ലാനമാണ്, കുറച്ച് കോൺട്രാക്ട് വർക്കേഴ്സ്. അതിനെയാണ് വിൽക്കാൻ തീരുമാനിച്ചത്. അത് അഴിമതിയാണ്, മഹാകൊള്ളയാണ്. അത് സ്വകാര്യ കമ്പനികൾ വന്നാൽ ഇന്നത്തെ നിരക്കിൽ വലിയ മാറ്റം വരും. എങ്ങനെയാണ് ഈ സമരം ശക്തിപ്പെടുത്തിയെന്നറിയാം? അവർ CITU ഒറ്റ യൂണിയൻ മാത്രമേ ഉള്ളൂ. പഞ്ചാബിൽ ഇടതുപക്ഷം അത്ര ശക്തമൊന്നുമല്ല. ഇവർ ചെയ്തത് ആദ്യം ഈ സ്വകാര്യവൽക്കരണത്തിനെതിരായി അവരുടെ വീട്ടുകാരെ പഠിപ്പിച്ചു. എല്ലാ ദിവസവും വീട്ടിൽ നിന്ന് അവരുടെ കുടുംബാംഗങ്ങൾ ഈ പബ്ലിക് യൂട്ടിലിറ്റിയുടെ ഓഫീസിന് മുമ്പിലെത്തി മുദ്രാവാക്യവുമായി. ഉച്ചക്ക് ലഞ്ച് ബ്രേക്കിൽ തൊഴിലാളികൾ കൂടെ ഇറങ്ങും, വൈകുന്നേരം ഒരുമിച്ച് മുദ്രാവാക്യം തിരിച്ചു പോകും. പിന്നീട് അവർ സ്ക്വാഡുകളായി ചണ്ഡീഗഡ് നഗരസഭയിലെ വീടുകൾ സെക്ടർ തിരിച്ച് മുഴുവൻ വീടുകളിലും ചെന്ന് വീട്ടുകാരോട് സംസാരിച്ചു. സ്വകാര്യവൽക്കരണം വന്നാൽ എങ്ങനെയാണ് വൈദ്യുതി ചാർജ് ഉയരുക, എങ്ങനെ നമ്മുടെ കുടുംബ ബജറ്റ് താളം തെറ്റും, മാത്രമല്ല രാജ്യത്തിൻ്റെ ഈ സമ്പത്താണ് കൊള്ളയടിക്കുന്നത്. അവർ പഠിപ്പിച്ചു. ദിവസങ്ങൾ കാലത്ത് ജോലിക്ക് വരുന്നതിന് മുമ്പ്, ലഞ്ച് ബ്രേക്കിൽ, വൈകുന്നേരം ജോലി കഴിഞ്ഞ സമയത്ത്. ഒടുവിൽ CITU നേതൃത്വത്തിൽ ആരംഭിച്ച സമരത്തിന് ചണ്ഡീഗഡ് നഗരസഭാ മേയറും 13 കൗൺസിലർമാരും കോൺഗ്രസ് പാർട്ടിയും എല്ലാ രാഷ്ട്രീയക്കാരും സമരപ്പന്തലിൽ വന്ന് പിന്തുണ കൊടുക്കുന്ന അവസ്ഥയിലേക്ക് വികസിപ്പിക്കാൻ കഴിഞ്ഞു. ഇതാണ് സാധ്യത. ആ സാധ്യത എല്ലായിടത്തും ഉണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. നമുക്കത് യാതൊരു നിരാശയുമില്ലാതെ മുന്നോട്ട് പോകാം. എൻ്റെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ നാട്ടിൽ ഏറ്റവും അധികം വർക്ക് ഫോഴ്സ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് IT മേഖലയിലാണ്. എന്നാൽ IT മേഖലയിലാണ് കൂടുതൽ ആളുകൾ വർക്ക് ചെയ്യുന്നൊരു മേഖലയാണ് IT. പക്ഷേ അവിടെ നമ്മൾ ഒരുപാട് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ലാഴ്സൺ ആൻഡ് ടർബോയിലെ ഒരാൾ വന്ന് 90 അവർ വർക്ക് വീക്കിനെ പറ്റി സംസാരിക്കുന്നു. അതോടൊപ്പം കുറച്ച് നാൾ മുന്നേ EYയിൽ ഒരു പെൺകുട്ടി മരണപ്പെടുന്നു. അത്തരം പ്രശ്നങ്ങൾ നിലനിൽക്കെ അതോടൊപ്പം തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോലെയുള്ള ടെക്നോളജീസ് വന്നിട്ട് നമ്മൾ പല ആളുകളുടെയും നിഷ് സ്കിൽസ് ഒഴിച്ചുള്ള എല്ലാ ടെക്നോളജീസിലും ആളുകളുടെ ജോലി സാധ്യതകൾ കുറഞ്ഞു വരികയും ചെയ്യുന്നൊരു സാഹചര്യത്തിൽ നമ്മൾക്ക് വളരെ സ്ട്രോങ് ആയൊരു ലേബർ വർക്ക് ഫോഴ്സ് ആസ് എ ലിവിങ് ഓർഗാനിസം നമ്മുടെ IT ഫീൽഡിൽ നമുക്ക് അത്ര സ്ട്രോങ് ആയിട്ടില്ല. ഈവൻ കർണാടക ഹാസ് എ ബെറ്റർ വർക്ക് ഫോഴ്സ് മൂവ്മെൻറ്റ്സ് ദർ. അപ്പോൾ എന്തുകൊണ്ടാണ് കേരളത്തിൽ അങ്ങനെ ഒരു IT ഫീൽഡിൽ ഒരു ലേബർ മൂവ്മെൻറ്റ് നമുക്ക് വരാത്തത്? വന്നു കഴിഞ്ഞാൽ തന്നെ ഏത് തരത്തിലായിരിക്കും നമ്മളത് വിഭാവനം ചെയ്യേണ്ടത്? IT മേഖലയിൽ ശക്തമായ ട്രേഡ് യൂണിയൻ കേരളത്തിലില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. ഞങ്ങൾ ശ്രമിച്ചു നോക്കാഞ്ഞിട്ടല്ല. ഒന്നാമത്തേത്, IT മേഖലയിലെ തൊഴിൽ സുരക്ഷിതത്വം എന്നത് വളരെ ഗൗരവമായൊരു പ്രശ്നമാണ്. ഇപ്പോൾ മോഡേൺ ടെക്നോളജി ഉപയോഗിച്ച് ഫിസിക്കൽ പ്രസൻസ് ഇല്ലാതെ എല്ലാവരെയും വീട്ടിലിരുത്തി ജോലി ചെയ്യിക്കാവുന്ന വിധത്തിൽ ടെക്നോളജി ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു തൊഴിലാളിയോട് മാനേജ്മെൻറ്റിന് ഡിസ്പ്രഷർ വന്നാൽ അവർക്ക് അവരുടെ മെഷീൻ ഉപയോഗിച്ച് ഇവരുമായിട്ടുള്ള കണക്ഷൻ ഡിസ്കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ തൊഴിലാളി ഫിസിക്കലി അവൻ ഡിറ്റാച്ച് ചെയ്യപ്പെട്ടു. ഈ വിധത്തിൽ പിരിച്ചുവിടാനും മറ്റും കഴിയാവുന്ന അന്തരീക്ഷം നിലനിൽക്കുമ്പോൾ വളരെ ശക്തമായ ഒരു പ്രസ്ഥാനമാക്കാൻ കഴിയാതെ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിലോ കുറച്ചു പേരെയോ ചേർത്ത് ഒരു സംരംഭം തുടങ്ങിയാൽ അതൊരു ആത്മഹത്യാപരമായ സമീപനമായിരിക്കും. അതുകൊണ്ട് ഈ കാര്യങ്ങൾ അവരുമായുള്ള ചർച്ച ചെയ്ത് ബോധ്യപ്പെടുത്തുന്നൊരു പ്രക്രിയയിലാണ് ഞങ്ങൾ. വളരെ വളരെ വളരെ
സാവകാശം. വളരെ പെട്ടെന്ന് ഇപ്പോൾ നമ്മുടെ ഒരു ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പിലോ അല്ലെങ്കിൽ ഒരു ചെറിയ മാനുഫാക്ചറിങ് യൂണിറ്റിലോ സാംസങ്ങിൽ ചെന്നൈയിൽ ചെയ്ത പോലെ തൊഴിലാളികൾ ഒരു സംഘടന രൂപീകരിച്ച് ഒരു പ്രതികാര നടപടി വന്നാൽ അവരെ മുഴുവൻ ആ ഫാക്ടറിയുടെ മുമ്പിൽ ഇരുത്തിക്കൊണ്ട് സമരം നടത്തുന്നത് പോലെ സമരം നടത്താവുന്ന ഒരു ഫോഴ്സായി അവർ മാറാതെ ഒരു ചെറിയ പരീക്ഷണം വലിയ ആപത്തിലേക്ക് പോകുമെന്ന ഒരാശങ്ക കൊണ്ടാണ് ആരംഭിക്കാത്തത്. ഈ ആശയം ഞങ്ങൾ ഗൗരവമായി ചർച്ച ചെയ്യണം. അവരിൽ വലിയൊരു വിഭാഗം ഇക്കാര്യത്തോട് പോസിറ്റീവായി റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്. ഏറ്റവും അനുയോജ്യമായൊരു സമയത്ത് പരസ്യമായ പ്രഖ്യാപനത്തിലേക്ക് പോകും. നമ്മൾ വിവിധങ്ങളായ തൊഴിൽ റെഗുലേറ്റ് ചെയ്യപ്പെടുന്ന നിയമങ്ങൾ വരുമ്പോൾ ആ നിയമങ്ങളെ എങ്ങനെ സ്കിപ്പ് ചെയ്യാം എന്ന് ഇതേ തൊഴിൽദായകർ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ അപ്രൻറ്റീഷിപ്പിന് പോലും നിയമം വരുമ്പോൾ ഇന്ന് ഇൻറ്റേൺഷിപ്പ് എന്ന രീതിയിൽ വലിയ തോതിൽ സ്ലേവ് ലേബർ നടക്കുക. ഇപ്പം പലപ്പോഴും മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ഫീൽഡിലും മറ്റും 3000 രൂപയ്ക്കൊക്കെ 2-3 വർഷം ഇൻറ്റേൺഷിപ്പ് എന്ന് പറഞ്ഞ് ആ ബന്ധപ്പെട്ട ആളുകളെ ചുറ്റിത്തിരിക്കുന്ന മേഖലകളുണ്ട്. ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് നടക്കുന്ന ലേബർ കോഡുകളും നിയമത്തിൻ്റെ വഴികളും നമുക്കറിയാം. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ശേഷി ഉപയോഗിച്ചുകൊണ്ട്, സംസ്ഥാനത്തിൻ്റെ നിയമനിർമ്മാണ രീതികൾ ഉപയോഗിച്ചുകൊണ്ട് ഈ ഇൻറ്റേൺഷിപ്പ് ഉൾപ്പെടെയുള്ള തൊഴിൽ ചൂഷണങ്ങൾക്കെതിരെ ഉള്ള നീക്കങ്ങൾ നടത്താൻ സാധിക്കുമോ എന്നുള്ളതാണ്. കേരളത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സ്കീമുകളുടെ കീഴിൽ ജോലി ചെയ്യുന്ന ആയിരക്കണക്കിന് തൊഴിലാളികളുണ്ട്. ഗവൺമെൻറ് സെക്ടറിലാണ് ജോലി ചെയ്യുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് NHM നാഷണൽ ഹെൽത്ത് മിഷൻ്റെ കീഴിൽ അവരുടെ സാമ്പത്തിക സഹായത്തോടെയാണ് കേരള ഗവൺമെൻറ് ആ സ്കീം ഇവിടെ നടപ്പാക്കുന്നത്. അതിൻ്റെ ഫണ്ട് അവരാ തരുന്നത്. ഇതുപോലെ തന്നെ കേന്ദ്ര സ്കീമാണ് ICDS-ൻ്റെ കീഴിലാണ് അംഗൻവാടികൾ, അതുപോലെ പിന്നെ ആശാ വർക്കേഴ്സ്, അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് കെയർ വർക്കേഴ്സ് എന്ന് പറയുന്ന ആശാ വർക്കേഴ്സ്, MNREG. ഇതുപോലെ നിരവധി സ്കീമുകളുടെ കീഴിൽ കേന്ദ്ര ഗവൺമെൻറ് കുറേ ആളുകൾ ജോലി ചെയ്യുന്നുണ്ട്. കടുത്ത ചൂഷണമാണ്. മിനിമം വേജ് എന്ന തത്വം പോലും പാലിക്കുന്നില്ല. എന്നാൽ അവർക്ക് കേരളത്തിൽ അവർ ജോലി ചെയ്യുമ്പോൾ അവർ സെർവ് ചെയ്യുന്നത് കേരളത്തിലാണെങ്കിലും അവരുടെ എംപ്ലോയർ കേന്ദ്ര ഗവൺമെൻറ്റാണ്. അപ്പോൾ അവർ നൽകുന്ന സ്റ്റൈപ്പൻഡോ അല്ലെങ്കിൽ അലവൻസോ പോരായിക വരുന്നത് പൂർണ്ണമായ തോതിൽ കോമ്പൻസേറ്റ് ചെയ്ത് നൽകാൻ മാത്രമുള്ള സാമ്പത്തികമായ ശേഷി ഗവൺമെൻറ്റിന് ഇല്ലാത്തതാണ് പ്രശ്നം. എങ്കിലും ചിലയിടത്തെല്ലാം ചില സഹായങ്ങൾ നൽകാൻ കേരള ഗവൺമെൻറ് തീരുമാനിച്ചിട്ടുണ്ട്. പലയിടത്തും ഇവർ ട്രേഡ് യൂണിയനാണ്, ശക്തമായ ട്രേഡ് യൂണിയനാണ്. അവർ സമരം ചെയ്യാറുണ്ട്, പല അലവൻസുകളും നൽകി അവരെ സഹായിക്കാൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ കടുത്ത സാമ്പത്തിക പ്രയാസമാണ് കേരള ഗവൺമെൻറ് നേരിടുന്നത്. അത് നമ്മുടെ ആർഭാടം കൊണ്ടോ ധൂർത്തുകൊണ്ടോ ഒന്നും സംഭവിച്ചതല്ല. ഒറ്റ ഉദാഹരണം ഞാൻ പറയാം. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും വലിയ വരുമാനം എന്ന് പറയുന്നത് ഈ കേന്ദ്ര ചരക്കുകളുടെ മേൽ ചുമത്തുന്ന നികുതിയാണ്, എക്സൈസ് നികുതിയാണ്, സെൻട്രൽ എക്സൈസ്. മുട്ടുസൂചി മുതൽ മോട്ടോർ വാഹനങ്ങൾ വരെ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ വസ്തുവിൻ്റെ മേലെയും കേന്ദ്ര ഗവൺമെൻറ്റിന് ഒരു നികുതിയുണ്ട്. നമ്മളാരും നികുതിയായിട്ടല്ല കൊടുക്കുന്നത്, വിലയായിട്ടാണ്. ഉൽപ്പാദനശാലകളിൽ നിന്ന് ആ വസ്തു പുറത്തിറക്കണമെങ്കിൽ അതിൻ്റെ നികുതി ആദ്യം അടച്ചിരിക്കണം. അത്ര കർശനമായി ഗവൺമെൻറ് സംഭരിക്കുന്ന നികുതിയാണ്. ലക്ഷക്കണക്കിന് കോടി രൂപയാണ് ഇന്ത്യ ഗവൺമെൻറ് ഒരു വർഷം വരുമാനം. ആ നികുതിയുടെ 41% സംസ്ഥാനങ്ങൾക്ക് വീതം വെച്ച് നൽകണമെന്നത് ഭരണഘടനയിലെ വ്യവസ്ഥയാണ്. വീതം വയ്ക്കാനാണ് ഫിനാൻസ് കമ്മീഷനുകൾ വെക്കുന്നത്. ഇതിൻ്റെ മുമ്പുണ്ടായിരുന്ന ഫിനാൻസ് കമ്മീഷൻ കേരളത്തിന് നൽകാൻ തീരുമാനിച്ച വീതം 3.9% ആയിരുന്നു. ഈ പുതിയ കമ്മീഷൻ അത് 1.9% കുറച്ചു. എന്ത് ന്യായീകരണം! നിങ്ങൾ കേന്ദ്രത്തിൻ്റെ സഹായം ഉപയോഗിച്ച്, ഫണ്ട് ഉപയോഗിച്ച് കേരളത്തിൽ നാഷണൽ ഹൈവേക്ക് ഭൂമി എടുത്തു കൊടുക്കുന്നു, K-Phone പദ്ധതി സ്ഥാപിക്കുന്നു, ഗ്യാസ് പദ്ധതി നടപ്പാക്കുന്നു, സ്കൂളുകൾ ഉണ്ടാക്കുന്നു, പട്ടിണി മാറ്റുന്നു. അങ്ങനെ നിങ്ങൾ വീണ്ടും തെരഞ്ഞെടുപ്പ് ജയിക്കാൻ യോഗ്യരാകുന്നു. അത് വേണ്ട എന്നൊരു രാഷ്ട്രീയ തീരുമാനം കേന്ദ്ര ഗവൺമെൻറ് അങ്ങ് എടുത്താൽ നമ്മൾ എന്ത് ചെയ്യും? ഇതാണ് കേരളം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. രാഷ്ട്രീയ കാരണങ്ങളാൽ കേരളം ഒരുമിച്ച് നിന്ന് പ്രതിഷേധിക്കേണ്ട ഒരു ഒരു വിഭാഗം രാഷ്ട്രീയക്കാർ അതിൽ നിന്നും മാറി നിൽക്കുന്നു. അങ്ങനെ കേരളത്തിൽ LDFൻ്റെ സൽഭരണം വേണ്ട, വികസനം വേണ്ട എന്ന നിലയിൽ അടുത്ത കാലത്ത് കേരളത്തിൽ അഭിമാനകരമായി ഉയർന്നു വന്ന എല്ലാ വികസന പദ്ധതികളും ശക്തമായ എതിർപ്പിനെ നേരിട്ടാണ് വന്നത്. നാഷണൽ ഹൈവേ വികസനം, ലാൻഡ് അക്വസിഷനെതിരായി സമരം ചെയ്ത്, ലാൻഡ് അക്വസിഷനെതിരായി സമരക്കാർ പശ്ചിമ ബംഗാളിലെ നന്ദിഗ്രാമിൽ പോയി മണ്ണെടുത്തു കൊണ്ടുവന്നു പ്രതീകാത്മകമായി. ബംഗാളെ കീഴാറ്റൂർ ഭൂമി സമരം, മലപ്പുറത്ത് സമരം, ഗ്യാസ് പൈപ്പ് ലൈൻ പദ്ധതി, പ്രകൃതിവാതകം പൈപ്പ് വഴി കൊടുക്കുന്ന ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി, അതിൻ്റെ ഇൻസ്റ്റലേഷനെ അതിശക്തമായി എതിർത്തു. K-Phone അഴിമതിയാണെന്ന് പറഞ്ഞ് എതിർത്തു. AI ക്യാമറകൾ സ്ഥാപിച്ചത് അഴിമതിയാണെന്ന് പറഞ്ഞ് എതിർത്തു. വലിയ പ്രതിബന്ധത്തെയാണ് LDF ഗവൺമെൻറ്റിന് നേരിടേണ്ടി വരുന്നത്. അതിനിടയിൽ നമുക്ക് കഴിയാവുന്ന വിധത്തിൽ
ഈ പറയുന്ന കേന്ദ്ര പദ്ധതികളിൽ ജോലി ചെയ്യുന്ന ഹെൽത്ത് സെക്ടറിലെയും മറ്റും സ്കിൽഡ് ലേബേഴ്സിനെ, അവർ സ്കിൽഡാണ്, അവർക്ക് സഹായം നൽകുന്ന കാര്യം ഞങ്ങൾ ഗൗരവമായി ആലോചിക്കുന്നുണ്ട്. NHM ജീവനക്കാരുടെ ശക്തമായ 2 സമരം വന്നു. 2 ദിവസത്തെ പണിമുടക്ക് വീണ്ടും തീരുമാനിച്ചിട്ടുണ്ട്. അതെല്ലാം ഞങ്ങൾ കൂടെ നിന്ന് സർക്കാരുമായി കൂടിയാലോചന നടത്തുന്നുണ്ട്. ഈ IT മേഖലയുമായി ബന്ധപ്പെട്ട് സൂചിപ്പിച്ച പോലെ തന്നെയാണ് കേരളത്തിൽ ഉയർന്നു വന്ന മുത്തൂട്ടുമായി ബന്ധപ്പെട്ട സമരം. ഏകദേശം 3 കൊല്ലത്തോളം നിരന്തരമായി ഏകദേശം 200ഓളം തൊഴിലാളികൾ സമരം ചെയ്തൊരു സമരം കൂടിയാണ് മുത്തൂട്ട്. അതിൻ്റെ പ്രധാന സ്ഥലം എറണാകുളമായിരുന്നു. എറണാകുളത്തെ മുഴുവൻ CITU സംഘടന ഉൾപ്പെടെ സമരത്തിൻ്റെ ഭാഗമാവുകയും ചെയ്തു. പക്ഷെ അത് നമുക്ക് വിജയിപ്പിക്കാൻ പറ്റിയോന്നൊരു ചോദ്യമുണ്ട്. ഇന്ന് ആ തൊഴിലാളികളുടെ അവസ്ഥ എന്താണെന്നുള്ളതും കൂടി നമ്മൾ മുന്നിൽ കാണേണ്ട ഒരു വസ്തുതയാണ്. നമ്മൾ ഉൾപ്പെടെ ഭരിക്കുമ്പോൾ, നമ്മൾ തൊഴിലാളിയുമായി ബന്ധപ്പെട്ട തൊഴിലാളി സർക്കാരാണ് ഭരിക്കുന്നത് എന്ന് സൂചിപ്പിക്കുമ്പോൾ പോലും നമുക്ക് ആ നിലയിൽ സർക്കാർ സംവിധാനങ്ങൾക്ക് ഒരു സ്ഥാപനം പൂട്ടുവാനല്ല, പക്ഷേ ന്യായമായ സമരത്തിൻ്റെ പക്ഷത്ത് നിൽക്കുവാൻ സാധിച്ചോ എന്നൊരു ചോദ്യം ഇന്നും ആ സമരം ചെയ്ത മുഴുവൻ തൊഴിലാളികളുടെയും മനസ്സുകളിലുണ്ട് എന്നുള്ളത് വലിയൊരു വസ്തുതയാണ്. അതിനെ നമ്മൾ അഡ്രസ്സ് ചെയ്യാതെ പോകരുത്. അതുപോലെ തന്നെയാണ് സഖാവ് സൂചിപ്പിച്ച മറ്റു തൊഴിൽ മേഖലയിൽ IT ഉൾപ്പെടെയുള്ള, അപ്പോൾ ആ സമരങ്ങൾക്ക് തുടർച്ച അല്ലെങ്കിൽ സമരങ്ങളുടെ ഉൽപ്പന്നം എന്താണ് എന്നതുകൂടി നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു കാലഘട്ടം കൂടിയാണ്. ആ സമരത്തിൻ്റെ ബാക്കി പത്രം എന്താണ്? അപ്പോൾ നമ്മൾ സമരത്തിലോട്ട് പോകുമ്പോൾ ആ തൊഴിലാളികളെ എങ്ങനെ സംരക്ഷിക്കും? നമ്മളിപ്പോൾ ഭരിക്കുന്ന പക്ഷത്താണ് എന്നുള്ളത് കൊണ്ട് നമുക്ക് ഏതെങ്കിലും വിധത്തിൽ അവരെ സഹായിക്കാം. അപ്പോൾ ആ നിലയിൽ മുത്തൂട്ട് സമരവുമായി ബന്ധപ്പെട്ട് തുടർന്ന് ഇന്നത്തെ ആ തൊഴിലാളികളുടെ അവസ്ഥ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. അതുമായി ബന്ധപ്പെട്ട് സമരം, ജീവനക്കാരുടെ സമരം ന്യായമായ സമരമായിരുന്നു. മിനിമം വേജസ് നോട്ടിഫിക്കേഷൻ നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു അവരുടെ സമരം. ശക്തമായ ആ സമരം നടക്കുന്നതിനിടയിൽ ദൗർഭാഗ്യത്തിന് കോവിഡ് ഔട്ട്ബ്രേക്ക് ഉണ്ടായി. 2020-19-20 ഹെഡ് ഓഫീസിന് മുമ്പിൽ നടന്നു വന്നിരുന്ന സമരം നിർത്തിവെക്കാൻ തൊഴിലാളികൾ നിർബന്ധിതരായി. 4 ആളിൽ കൂടുതൽ കൂട്ടം കൂടാൻ പാടില്ല എന്ന് കർശനമായ വ്യവസ്ഥകൾ വന്നതോടുകൂടി ഫിസിക്കലായി അസംബിൾ ചെയ്യാനുള്ള സാധ്യത ഇല്ലാതായി. അങ്ങനെയാണ് ആ സമരം നിർത്തിയത്. എന്നാൽ നിയമപരമായ സമരം തുടർന്നു. പിരിച്ചുവിട്ടവർക്കെതിരെ തൊഴിൽ തർക്കം ഗവൺമെൻറ് അഡ്ജുഡിക്കേഷന് റെഫർ ചെയ്തു. അതാണ് പിന്നെ ഒരു മാർഗമുള്ളത്. ആ അഡ്ജുഡിക്കേഷൻ കേസ് പൂർത്തിയായി, അതിൻ്റെ വേർഡിക്റ്റ് വരാൻ നിൽക്കുകയാണ്. നമുക്ക് പിന്നെ അനുകൂലമായ ഒരു വിധി ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് നിൽക്കുന്നത്. ഈ 15-ാം തീയതിയാണ് അതിൻ്റെ വേർഡിക്റ്റ് വരുന്നത്. അത് വന്നതിന് ശേഷം സമരം പുനരാരംഭിക്കണോ മറ്റു രീതിയിൽ പോകണോ എന്നുള്ളത് ആലോചിക്കും. അത് ഉപേക്ഷിച്ച ഒരു സംഗതിയല്ല. സ്റ്റിൽ ഇറ്റ് ഈസ് ലൈവ്. ചോദ്യങ്ങളില്ലാന്ന് കരുതുന്നു. നമുക്ക് അനുവദിച്ച സമയം ഏതാണ്ട് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ സമരങ്ങൾ അവസാനിക്കുന്നില്ലെന്നും നമുക്കിനി മുന്നോട്ട് പോകണമെങ്കിൽ സമരമല്ലാതെ മറ്റ് വഴികളില്ല എന്നും തന്നെയാണ് നമ്മുടെ അനുഭവങ്ങൾ നോക്കിയാൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയുക. ഇവിടെ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ പല വിധത്തിലും നമ്മൾ നടത്തുന്ന സമരങ്ങളെ ചെറുതാക്കാനും തകർക്കാനുമുള്ള നീക്കങ്ങൾ ശക്തമാണ്. ഇപ്പോൾ പാർലമെൻറ്റിൽ ലേബർ കോഡ് പാസ്സാക്കുന്ന ഘട്ടത്തിൽ ഇന്ത്യയിലെ തൊഴിലാളി വർഗം ഒറ്റക്കെട്ടായി പണിമുടക്ക് സമരം പ്രഖ്യാപിക്കുകയുണ്ടായി. ആ പണിമുടക്ക് സമരം പ്രഖ്യാപിച്ച ദിവസം വൈകുന്നേരം മലയാള മനോരമ ചർച്ചയ്ക്ക് വിഷയമെടുത്തപ്പോൾ ഒരു ഓട്ടോറിക്ഷ തൊഴിലാളിയെ കൂടി ആ ചർച്ചയുടെ ഭാഗമായി അവർ ഇരുത്തിയിരുന്നു. ആ ഓട്ടോറിക്ഷ തൊഴിലാളി പറഞ്ഞത്, ഈ സമരത്തോടൊന്നും എനിക്ക് യോജിപ്പില്ല, ഈ പണിമുടക്കിൽ ഞാൻ നാളെ പങ്കെടുത്താൽ എൻ്റെ നാളത്തെ വരുമാനം ഇല്ലാതാവും, അതുകൊണ്ട് ആ നിലയിലാണ്. അപ്പോൾ അതെ, അത്തരം പ്രചരണങ്ങളെ എങ്ങനെയാണ് നമുക്ക് കൈകാര്യം ചെയ്ത് പോകാൻ കഴിയുക? അപ്പം സമൂഹത്തിൽ മാധ്യമങ്ങൾ ഉറപ്പിക്കുന്ന ഒരു പൊതുബോധമുണ്ട്, ഇതെല്ലാം തെറ്റാണ് എന്ന് സ്ഥാപിക്കാനുള്ള പൊതുബോധം. അപ്പം അതിനെ ഉൾപ്പെടെ നമുക്ക് അഡ്രസ്സ് ചെയ്യേണ്ട നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ആ സംബന്ധിച്ച് സഖാവ് പ്രതികരിക്കും. ആ സമരത്തെ തന്നെ ഞാൻ വീണ്ടും ഓർക്കുകയാണ്. ഇന്ത്യയിലെ BMS ഒഴികെയുള്ള എല്ലാ കേന്ദ്ര ട്രേഡ് യൂണിയനുകളും, കേരളത്തിലെടുത്താൽ 23 ട്രേഡ് യൂണിയനുകൾ ചെറുതും വലുതുമായി ചേർന്നാണ് പണിമുടക്കിന് ആഹ്വാനം ചെയ്തത്. അത് ഏതെങ്കിലും ഒരു തൊഴിലാളിയുടെ കൂലി വർധനവല്ല, തൊഴിലാളികളുടെ പണിമുടക്ക് അവകാശം ഉൾപ്പെടെയുള്ള ട്രേഡ് യൂണിയൻ രൂപീകരിക്കാനുള്ള അവകാശം ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചാണ്. ആ സമരം നടക്കുന്ന ദിവസം ഞങ്ങൾ രാജ്ഭവന് മുമ്പിൽ വലിയ ഒരു കൂട്ടായ്മ സംഘടിപ്പിച്ചിരുന്നു. ഏകദേശം 15,000-ഓളം തൊഴിലാളികൾ, അതുപോലെ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിൽ. ആ സമയത്ത് സനോജ് പറഞ്ഞ ഈ തൊഴിലാളി പ്രതീകം, തിരൂർ എങ്ങാണ്ട് ഒരു തൊഴിലാളി സമരക്കാരെ പ്രകോപിപ്പിക്കാൻ വേണ്ടി ഒരു ഓട്ടോറിക്ഷ കൽപ്പിച്ചുകൂട്ടി എടുത്തുകൊണ്ട് വന്ന് സ്വാഭാവികമായിട്ടും അത് തടയിലും ബഹളം ഉണ്ടാവില്ല. അതാണ് സംഭവം ഉണ്ടായത്. അല്ലാതെ അയാൾ ഏതോ ആശുപത്രിയിൽ പോകുമ്പോഴോ അത്യാവശ്യത്തിന് പോകുമ്പോഴോ തടഞ്ഞു വെച്ചതിൻ്റെ ഭാഗമായിട്ടുണ്ടെന്നല്ല, ഇത് കൽപ്പിച്ചുകൂട്ടി ഉണ്ടായതാണ്. അങ്ങനെ ഒരു ചെറിയ കശപിശ ഉണ്ടായി.
ആ സംഭവം ഓട്ടോറിക്ഷ ഇടിച്ച് തകർത്തു പറഞ്ഞ വാർത്തകൾ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. ഇത് സംബന്ധിച്ച് അന്ന് സന്ധ്യയ്ക്ക് ചർച്ച നടക്കുകയാണ് ഏഷ്യാനെറ്റ് ചാനലിൽ. അതിലെ പ്രധാനപ്പെട്ട വാർത്താ അവതാരകനുണ്ട് വിനു വി ജോൺ. ആ ചർച്ചയിൽ പങ്കെടുക്കുന്ന INTUC-യുടെ സംസ്ഥാന പ്രസിഡന്റ് ചന്ദ്രശേഖരൻ, AITUC-യുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി രാജേന്ദ്രൻ, ഞാൻ ചർച്ചയ്ക്ക് പോയിരുന്നില്ല, അവരുണ്ട്. വിനു വി ജോണിൻ്റെ അവതാരണത്തിൽ പറയുക, ആ തൊഴിലാളിയുടെ പേര് പറഞ്ഞിട്ട് അയാളെപ്പോലെ എളമരം കരീം സഞ്ചരിക്കുന്ന വാഹനത്തിൽ നിന്ന് അദ്ദേഹത്തെ ഇറക്കി നിർത്തണമായിരുന്നു, അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെ ഇറക്കി നിർത്തണമായിരുന്നു, എന്നിട്ട് അദ്ദേഹത്തിൻ്റെ മൂക്കിനിട്ട് ചതച്ച് ചോര വരണമായിരുന്നു. അപ്പം ഞാൻ ആലോചിക്കുക, ആ സമരത്തിന് ആഹ്വാനം ചെയ്തവരിൽ പ്രധാനികൾ രണ്ടാളിരിക്കുക. നിങ്ങളുടെ ആരുടെയെങ്കിലും ഒരു മൂക്കിനാണ് ഇടി വന്നതെങ്കിലും അവരോട് നേരിട്ട് ചോദിച്ചാൽ മതി. അതിന് പകരം ഇങ്ങനെയാണ് അവതരിപ്പിക്കുന്നത്. ഇതാണ് വാർത്താമാധ്യമങ്ങൾ. മാധ്യമങ്ങൾക്കൊരു രാഷ്ട്രീയമുണ്ട്, അവരുടെ ഉടമസ്ഥരുടെ രാഷ്ട്രീയം. അത് മാത്രം മനസ്സിലാക്കിയാൽ മതി. മാധ്യമങ്ങളുടെ രാഷ്ട്രീയം അവരുടെ ഉടമസ്ഥരുടെ രാഷ്ട്രീയമാണ്. ഒരു ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് ഒരാളെ അവരുടെ പാർട്ടി സ്ഥാനത്ത് നിന്ന് ഒഴിഞ്ഞു നിന്ന് മാന്യത കാണിക്കാൻ ആവശ്യപ്പെട്ടു. അവർക്ക് കോടതി ജാമ്യം നിഷേധിച്ചു, 2 ആഴ്ച മറ്റോ ജയിലിൽ കിടന്നു. മറ്റൊരാത്മഹത്യാ പ്രേരണ കേസ്, ആത്മഹത്യ കുറിപ്പുൾപ്പെടെ വെളിയിൽ വന്നിട്ടും ജാമ്യം ആയിട്ടില്ലെങ്കിലും അറസ്റ്റ് വേണ്ടെന്ന് വെച്ചു, ഒരു സ്ഥാനവും രാജിവെച്ചിട്ടില്ല. എങ്ങനെയാണ് മാധ്യമങ്ങൾ ഇതിനെ കൈകാര്യം ചെയ്യുന്നത് എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി. മാധ്യമങ്ങളുടെ രാഷ്ട്രീയം അതിൻ്റെ ഉടമസ്ഥരുടെ രാഷ്ട്രീയമാണ്. തീർച്ചയായിട്ടും വർഗസമരവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയത്തെ തകർക്കാൻ കേരളത്തിലെയും ഇന്ത്യയിലെയും പുരുഷ മാധ്യമങ്ങളൊക്കെ എങ്ങനെ ശ്രമിക്കുന്നു എന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് എളമരം കരീം സഖാവിനെ കൊണ്ടുതന്നെ അതുകൂടി പരാമർശിക്കാൻ വേണ്ടിയാണ് ആ കാര്യങ്ങൾ പറഞ്ഞത്. അപ്പോൾ ആ നിലയിലുള്ള കാര്യങ്ങളാണ്. പക്ഷേ അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് തൊഴിലാളി വർഗം ശക്തമായി ഒറ്റക്കെട്ടായി മുന്നോട്ട് പോവും എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ വേണ്ടി കഴിയുക. കർണാടകയിൽ IT യൂണിയൻ്റെ സമരങ്ങൾ ശക്തമാവുകയും അവർ സമരങ്ങളിൽ വിജയം കൈവരിക്കുകയും ചെയ്യുന്നു എന്നത് വളരെ പ്രതീക്ഷയുള്ള കാര്യമാണ്. സ്വാഭാവികമായിട്ടും ഇന്ത്യയിലുടനീളം അത്തരം അനുഭവങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി കഴിയും. താൽക്കാലികമായി നമ്മുടെ സമരത്തെ ഇല്ലാതാക്കാനും നമ്മുടെ സമരത്തിന് മേലെ ചില ആശയങ്ങൾ സൃഷ്ടിക്കാനൊക്കെ കഴിയുമെങ്കിലും കാർമേഘങ്ങളുടെ ഘോഷയാത്രയിൽ നക്ഷത്രങ്ങളുടെ തിളക്കമാർന്ന കണ്ണുകൾ കെട്ടുപോവില്ല എന്ന് കവി പാടിയതുപോലെ അതിനെയെല്ലാം അതിജീവിക്കുന്ന ശക്തമായ തൊഴിലാളി മുന്നേറ്റം തന്നെ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി കഴിയും. നീയായി നിൻ്റെ പാടായി, നീ നിൻ്റെ കാര്യം മാത്രം നോക്കി പോയാൽ മതി എന്ന് പറയുന്ന ആളുകൾക്കിടയിലാണ് ഇപ്പോൾ സമരം ചെയ്തേ പറ്റൂ എന്നൊരു തോന്നലുണ്ടാക്കിയത്. ഇപ്പം അന്നാ സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന ഒരു കുട്ടി IT സെക്ടറിൽ ജോലി ചെയ്യുന്നു. ജോലി ഭാരം കൊണ്ട് മരിച്ചു പോവുകയാണ്. ഒരു അന്നാ സെബാസ്റ്റ്യൻ മാത്രമല്ല, ഇതുപോലെയുള്ള ആയിരക്കണക്കിന് അന്നാ സെബാസ്റ്റ്യന്മാർ നമുക്കിടയിൽ ഉണ്ടാവുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അതെല്ലാം ഇത്തരം സമരങ്ങളെ മുന്നോട്ട് നയിക്കുന്ന ശക്തമായ ആശയമായിട്ടത് മാറും. തീർച്ചയായിട്ടും നമുക്ക് ഇത്തരം ഈ പ്രതിസന്ധികളെല്ലാം അതിജീവിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയും. അതുകൊണ്ട് വർഗസമരം എന്തെങ്കിലും ഒരു തോറ്റ അല്ലെങ്കിൽ പരാജയപ്പെട്ട അധ്യായമായിട്ട് നിൽക്കില്ല. അത് ശക്തമായി മുന്നോട്ട് തന്നെ പോവും എന്ന് മാത്രം പ്രതീക്ഷാനിർഭരമായി ഇവിടെ സൂചിപ്പിച്ചുകൊണ്ട് ഈ സെഷൻ അവസാനിച്ചായി അറിയിക്കുകയാണ്.